ഈ ശബരിമലയോട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും CPM-നുമൊക്കെ വലിയ സ്നേഹം തോന്നിത്തുടങ്ങിയത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് മാസങ്ങൾക്ക് മുൻപ് ലോക മലയാളികൾ നോക്കിക്കണ്ടത്. അയ്യപ്പനെ ഇങ്ങനെ പുകഴ്ത്തിപ്പാടുന്നു, പമ്പാ തീരത്ത് ശീതീകരിച്ച ഷെഡ് കെട്ടി അതിൽ കിടന്ന് അയ്യപ്പനെ ഭജിക്കുന്നു, ഭഗവത്ഗീത ആർത്തു വിളിക്കുന്നു, അയ്യപ്പൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അലമുറയിടുന്നു. അതിന് അയ്യപ്പ സംഗമം എന്ന് പേര് നൽകുകയും ചെയ്തിരുന്നു. 1-2 ദിവസം കഴിയുമ്പോഴാണ് അറിയുന്നത് അവിടെ ഉണ്ടായിരുന്ന സ്വർണമെല്ലാം കട്ടുകൊണ്ടുപോയവൻ്റെ മലക്കം മറിച്ചിലായിരുന്നു ഈ കണ്ടത് എന്നത്. എന്നാൽ അത് 3 മാസം കഴിഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ മുഖ്യമന്ത്രി നേരാംവണ്ണം ഉറങ്ങിയിട്ടില്ല എന്നാണ് അറിയുന്നത്. കൂടെ നടന്ന വെള്ളാപ്പള്ളി പോലും കള്ളൻ എന്ന് വിളിച്ചു തുടങ്ങി ഈ ദേവസ്വക്കാരെയല്ല. അപ്പോഴാണ് ഒരു ചോദ്യം ഉയർന്നു വന്നിരിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തിയ പിണറായിക്ക് ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലെടുത്ത കേസിലെ പ്രതികളെ, അതായത് 12,912 പ്രതികളെ ഈ കേസിൽ നിന്നും ഒഴിവാക്കാൻ കഴിയില്ലേ എന്നുള്ളത്. അയ്യപ്പന് വേണ്ടി സമരം ചെയ്തവരെ ഇങ്ങനെ ശിക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ഈ നാടകം സർക്കാർ അവസാനിപ്പിക്കണമെന്നും, ഇല്ലെങ്കിൽ ഇത്രയും ആളുകളും അവരുടെ കുടുംബവും ഒപ്പം വലിയ വിശ്വാസ സമൂഹവും പണി തരുമെന്ന് സർക്കാരിന് വിവരം ലഭിച്ചിരിക്കുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെയുള്ള കേസുകളിൽ എന്ത് നടപടിയെടുത്തു എന്ന നിയമസഭാ ചോദ്യത്തിന് 3 മാസമായിട്ടും മറുപടി നൽകിയിട്ടില്ല ഇതുവരെ. അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി സെക്രട്ടറി AP അനിൽകുമാർ MLA സ്പീക്കർക്ക് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസുകളുടെ വിശദാംശങ്ങളാണ് നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി അനിൽകുമാർ ആവശ്യപ്പെട്ടത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പുറത്തു വന്നാൽ അത് സർക്കാരിന് പണി കിട്ടും. അതുകൊണ്ട് സർക്കാരിനെ വെട്ടിലാക്കുമെന്ന ആശങ്കയുള്ളത് കൊണ്ട് ഇതിന് മറുപടി നൽകാതെ മാറ്റിവെക്കുകയായിരുന്നു. ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് 2018 മുതൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ 6000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതികളാക്കപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 12,912 പേരാണ്. അവരൊക്കെ ശബരിമലയ്ക്ക് വേണ്ടി സമരം ചെയ്തവർ ഇന്ന് പോലീസിൻ്റെ കേസുകളിൽ പെട്ടി കുടുങ്ങി നിൽക്കുമ്പോൾ അവരെ രക്ഷിക്കാൻ പോലും ആകാത്ത പിണറായി വിജയന് എന്ത് ശബരിമല സ്നേഹം എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഉയർന്നിരിക്കുന്നത്. ആ ശബരിമല പ്രക്ഷോഭകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുമെന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും വാഗ്ദാനം നൽകിയിരുന്നു. അതാണ് ഇന്ന് ലംഘിക്കപ്പെടുന്നത്. പൊതുമുതൽ നശിപ്പിച്ചതും പോലീസിനെ ആക്രമിച്ചതും ഉൾപ്പെടെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അന്നത്തെ സർക്കാർ വൈരാഗ്യം കൊണ്ട്. അങ്ങനെ ആ സമരം ചെയ്ത വിശ്വാസികൾക്കെതിരെ കേസെടുത്തിരിക്കുന്ന ഈ ഗൗരവമേറിയ കേസ് പിൻവലിക്കാൻ ഇതുവരെ പിണറായി തയ്യാറായിട്ടില്ല എന്നുള്ളത് അയ്യപ്പനോടുള്ളത് കപട സ്നേഹം എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപായി ഈ കേസുകൾ പിൻവലിക്കണമെന്ന് NSSും SNDPയും പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ആവശ്യപ്പെട്ടതാണ്. സർക്കാർ ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു നീക്കവും നടത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ അതുകൂടി ആയുധമാകുമെന്ന ഒരു നിഗമനത്തിലാണ് സർക്കാർ എത്തിയിരിക്കുന്നത്. അയ്യപ്പ സ്നേഹം പറഞ്ഞു നടന്നവർ കേസ് പിൻവലിക്കാത്തിടത്തോളം കാലം ആ പറയുന്നത് കാപട്യമാണെന്ന് വളരെ വ്യക്തമാണ്. അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്.